മഞ്ഞ ഉപ്പുമാവിന് വേണ്ടി മഞ്ഞ ഉപ്പുമാവ്, അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന ചോളം ഉപ്പുമാവിന് വേണ്ടി മതപരിവർത്തനം ചെയ്ത ആളുകൾ, മതം മാറിയ ആളുകൾ കേരളത്തിലുണ്ട്, എന്റെയൊക്കെ നാട്ടിലുണ്ട്. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ജനം ടിവിയിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമാണ് നമ്മൾ കേട്ടത്. മഞ്ഞ ഉപ്പുമാവ് തരാമെന്ന പ്രലോഭനത്തിൽ വീണിട്ടാണ് ഈ ക്രിസ്തുമതം സ്വീകരിച്ചത് എന്നാണ് ഇക്കൂട്ടരുടെ ഒരു പ്രധാന വാദം എന്ന് പറഞ്ഞ ഒരു പ്രധാന പരിഹാസം. കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന കടുത്ത ജാതീയതയുടെയും ചൂഷണങ്ങളെയും മനഃപൂർവ്വം മൂടിവെക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചു പോവുകയാണ്. ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യന്റെ അന്തസ്സിനെയും നിസ്സാരവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്ക് യാതൊരു ചരിത്രവും ബോധവും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചൊരു ഘടകം എന്താണോ, അത് പഴയ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന കടുത്ത ജാതി വ്യവസ്ഥ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. പഴയകാല കേരളത്തിലെ മതം മാറിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവന് മേൽജാതിക്കാരുടെ വഴിയിലൂടെ നടക്കാൻ പറ്റും, അവരുമായി ഇടപഴകാൻ പറ്റും, അവരിൽ നിന്ന് ഇവൻ മതപരിവർത്തനം ചെയ്യുന്നതിലൂടെ ഇവന് മാനുഷിക പരിഗണന സമൂഹത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവൻ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും അവന് ലഭിച്ചിട്ടില്ല. ക്രിസ്തുമതത്തിലേക്ക് മാറുന്നതോടെ അവന് അന്നേ വരെ ലഭിക്കാത്ത ഒരു പരിഗണന സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയാണ്. പ്രധാനമായിട്ടും ക്രിസ്തുമതത്തിലേക്ക് ആളുകൾ മാറാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നിതാണ് വിദ്യാഭ്യാസവും മാന്യമായ വസ്ത്രധാരണവും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മാന്യമായി ജീവിക്കാനും മനുഷ്യനായി ജീവിക്കാനുമുള്ള അവരുടെ അവസാനത്തെ ശ്രമമായിരുന്നു മതപരിവർത്തനം. അതിന് കേരളത്തിലെ മിഷണറിമാരും ക്രൈസ്തവ സഭകളും ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. വെറുതെ മനുഷ്യനെ പരിഹസിക്കുന്നതിന് പകരം ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഇക്കൂട്ടർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഞ്ഞ ഉപ്പുമാവ് പോലും നിന്റെ പരിക്കകത്തില്ലാഞ്ഞിട്ടല്ലാണ്ട് അവനത് തിന്നാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. ഈ മഞ്ഞ ഉപ്പുമാവ് നീ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ മഞ്ഞ ഉപ്പുമാവ് കൊടുക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അതുപോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നിന്റെ പിള്ളേര് പട്ടിണി കടന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആ മഞ്ഞ ഉപ്പാവ് തേടി അവർ വന്നെങ്കിൽ, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരോടും പറയരുത്. ഭക്ഷണം തന്ന് പ്രേരിപ്പിച്ചത് കൊണ്ടല്ല വാസ്തവത്തില് അവര് മതം മാറിയത്, മറിച്ച് മനുഷ്യനായി ജീവിക്കാനും ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാനും ഒരു ഇടം തേടിയാണ്. അന്നത്തെ കാലത്ത് ആളുകൾ പ്രധാനമായിട്ടും മതം മാറാനുള്ള ഒരു കോർ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അക്കോമഡേഷൻ തേടുക എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അതിജീവന പ്രയാണമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചില ആളുകളൊക്കെ അവർ കുറെ കാലം CPM ആയിരിക്കും, പിന്നീട് അവർ കോൺഗ്രസിലേക്ക് മാറും, അത് കഴിഞ്ഞ് അവർ BJP-യിലേക്ക് മാറും. അത്തരത്തിൽ MP MLA ഒക്കെ ആയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ബെറ്റർ അക്കോമഡേഷൻ തേടുക എന്നുള്ളത് മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണത്. ഇന്ന് മതം മാറി ജനങ്ങളെ മഞ്ഞ ഉപ്പുമാവിന്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കാല് മാറുന്നവരുടെ ചരിത്രം കൂടി ഓർക്കുന്നത് വളരെയധികം നന്നായിരിക്കും. മഞ്ഞ ഉപ്പുമാവിന്റെ കഥ പറയാൻ 100 കൊല്ലമെങ്കിലും പിന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ ചരിത്രം പറയാൻ. പക്ഷെ കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറയാൻ നിങ്ങൾക്ക് 5 കൊല്ലം പോലും വേണ്ട. നമ്മുടെ മുന്നിൽ അത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. വിവിധ പാർട്ടികളിൽ ഉപജീവനം നോക്കി അവസാനം ഒരു പാർട്ടിയിലിട്ട് ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാനാവാൻ വേണ്ടി നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിരവധി ഉദാഹരണങ്ങളില്ലെന്ന്. അത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് 100 കൊല്ലം മുന്നിലുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ജനതയെ പരിഹസിക്കുന്നത്. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി രാപ്പകലില്ലാതെ കൂറുമാറുന്നവർ ഒരു കൂട്ടം ജനങ്ങളുടെ അതിജീവന സമരത്തെയാണ് ഉപ്പുമാവിന്റെ പേരിൽ പരിഹസിക്കുന്നത് എന്നതാണ് ഇതിലൊരു വൈരുദ്ധ്യം. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് ഉപ്പുമാവിന്റെ പേരിൽ ഇത്രയേറെ പരിഹസിക്കാനുള്ള ഇത്തരം ആളുകളുടെ ഒരു പ്രധാന കാരണം നിങ്ങൾക്കറിയാം. ഇതിന്റെ പിന്നിലും കടുത്ത ജാതീയതയും പുച്ഛവും തന്നെയാണ് പ്രധാന കാരണം. ഇനിയും കുറച്ച് മഞ്ഞ ഉപ്പുമാവും എന്തെങ്കിലും ഓഫറൊക്കെ കൊടുത്താൽ ഇവരൊക്കെ ഇനിയും മതം മാറും എന്നുള്ള, ഇവർക്കൊന്നും ആത്മാഭിമാനമോ സ്വന്തം ബോധ്യമോ ഇല്ലെന്നുള്ള മറ്റുള്ള ചിത്രീകരണം തന്നെയാണിത്. സത്യത്തിൽ ഇക്കൂട്ടരുടെ ഉള്ളിലൊക്കെ കടുത്ത ജാതീയ വരെയുണ്ട്. അത് തന്നെയാണ് ഇവർ ഇതിലൂടെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 100 കൊല്ലം മുമ്പ് മതം മാറിയ ആളുകളെ ഇത്തരത്തിൽ അവർ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തും താഴ്ന്ന ജാതി എന്ന് സമൂഹം ചില ആളുകൾ വിളിക്കപ്പെടുന്ന ആളുകളോട് ഇവർക്ക് എന്തായിരിക്കും സമീപനം ഉണ്ടാകുക? നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ പോരെ. കടുത്ത പുച്ഛമായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എളുപ്പത്തിൽ വിലക്ക് വാങ്ങാൻ പറ്റിയ സമൂഹമാണ് അവര് എന്ന് ഇവരെ സ്ഥാപിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സത്യത്തിൽ ഇത്തരം പിന്നോക്ക വിഭാഗങ്ങളെ ഇവര് ഇന്നും പരിഹസിക്കുക തന്നെയാണ്. ഇതിനുള്ളിലൂടെ ഇവര് പോലും അറിയാതെ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ എന്താണ് കാണുന്നത്? കടുത്ത ജാതീയ വെറിയല്ലേ. മഞ്ഞ ഉപ്പുമാവിനും വേണ്ടി കുറെ ആളുകൾ പണ്ട് മതം മാറി എന്ന് പരിഹസിക്കുമ്പോൾ അന്ന് മതം മാറാത്ത താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇന്നും ഈ നാട്ടിലില്ലേ? ഇവരോടൊക്കെ എന്തായിരിക്കും ഇവരുടെ ഒരു മനോഭാവം? നിങ്ങളൊന്ന് ആലോചിക്കുക. നൂറ്റാണ്ടുകളായി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം, അടിമകളായി തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി കൂടെ നിർത്തിയിരുന്ന ഒരു വിഭാഗം സ്വന്തം അന്തസ്സിന് വേണ്ടും സ്വാതന്ത്ര്യത്തിനു വേണ്ടും ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് അന്തസ്സുള്ള ഒരു ജീവിതവും സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വത്വം ലഭിച്ചു.
അതിലുള്ള അസഹിഷ്ണുത തന്നെയാണ് ഇത്തരം ആളുകൾ അറിയാതെ പ്രകടിപ്പിക്കുന്നത്. ആത്മാഭിമാനത്തിന് വേണ്ടി ഒരു ചരിത്രമായ മുന്നേറ്റത്തെ വെറും ഒരു തമാശയും പരിഹാസവുമായി ചിത്രീകരിക്കുന്നതിലൂടെ താഴ്ന്ന ജാതിക്കാരുടെ അതിജീവന സമരങ്ങളെയാണ് ഇവർ വാസ്തവത്തിൽ പരിഹസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു, മഞ്ഞ ഉപ്പുമാവിന് വേണ്ടി ചില ആളുകൾ മതം മാറി എന്ന് തന്നെ വെക്ക്. ഏത് മതത്തിൽ നിന്നാണോ ഇവർ മാറിയത്, ഇവർക്ക് മഞ്ഞ ഉപ്പുമാവ് കൊടുത്താണല്ലോ മറ്റവർ മാറ്റിയത്. അപ്പൊ ഇവർക്ക് അതിനേക്കാൾ നല്ലൊരു ഫുഡ്, ഒരു ഫ്രൈഡ് റൈസോ ഒരു മന്തിയോ കൊടുത്താൽ അവരിങ്ങോട്ട് മാറൂലേ? അതെന്താ കൊടുക്കാതെ? അങ്ങനെ കൊടുത്താൽ മാറ്റാൻ കഴിയില്ല. അപ്പൊ ഈ മഞ്ഞ ഉപ്പുമാവ് കണ്ടിട്ടാണ് മാറിയത് എന്നുള്ളത് പരിഹസിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ മഞ്ഞ ഉപ്പുമാവ് കൊടുത്തൊന്നും ആളുകൾ അങ്ങനെ മതം മാറൊന്നുമില്ല. അവർക്ക് ബെറ്റർ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതെന്താ? അത് അത്രയും കാലം അവർക്ക് ആ സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ലഭിക്കാത്ത സാധനം അവർക്ക് നൽകിയിട്ടുണ്ടാകാം. അതൊരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതല്ലേ. അതിനൊക്കെ മഞ്ഞ ഉപ്പുമാവ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു അക്കോമഡേഷൻ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ ഒരു പക്ഷേ. നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ ഇത്രയും കാലം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണത്. അതുകൊണ്ട് ഇത്തരം അസഹിഷ്ണുതയും യാതൊരു ചരിത്രബോധവും ഇല്ലാത്ത പരിഹാസങ്ങളൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഇത്തരം ആളുകൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഞങ്ങൾ 500 രൂപയും കഞ്ഞിയും പേരും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയാൽ മതി. വളരെ സിമ്പിളാണ്. കഞ്ഞിക്കും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ കോഴിക്കാല് കാണിച്ച് അവർ തിരിച്ചു വന്നോളും. വേറെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി വേണമെങ്കിൽ ഞാനൊരു ഓഫർ തരാം. ഇവിടെ ഒരു പന്തലുണ്ട്, ഇവിടെ കുറെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്. നിങ്ങളൊരു കോഴിക്കാലോ അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ കാണിച്ച് ഈ പന്തലിന്റെ അകത്തുനിന്ന് ഒരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അതിന്റെ പേരിൽ നാളെ ഇവിടെ ഹർത്താലില്ല, നാളെ ഇവിടെ അടിയും വഴക്കും പ്രശ്നമൊന്നുമില്ല. ഇത്തരം മതമാറ്റത്തിലൂടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ആദ്യകാലത്ത് ബെറ്റർ അക്കോമഡേഷൻ തേടിയാണ് ആളുകൾ മതം മാറിയതെങ്കിൽ ഈ 100 വർഷത്തിനിടക്ക് അവര് ആ മതത്തിന്റെ അഭിമാനമായി തന്നെ മാറിയില്ലേ? പുതിയൊരു മതത്തിലേക്ക് ചെന്നതോടെ അവിടുത്തെ അച്ചടക്കവും സംസ്കാരവും പഠിച്ച് അവരിൽ നിന്ന് വരുന്ന പുതിയ തലമുറയെ പൂർണ്ണമായിട്ടും ആ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുക്കാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഠനം നടത്താൻ അവരെ പ്രേരിപ്പിച്ചു. ഒരുപക്ഷെ അങ്ങനെ അവർക്ക് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്തും പറയുന്ന ആളുകൾക്കൊന്നും വിശ്വാസം ഇല്ലാതെയാണ് അവരതിൽ നിൽക്കുന്നത്. അവര് വിശ്വാസം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കേവലം ഉപ്പുമാവിന്റെ പുറത്തൊന്നുമല്ല. അങ്ങനെ അത്തരത്തിൽ ആളുകളെ പരിഹസിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല. എന്തിനാണ് ആളുകളെ പരിഹസിക്കുന്നത്? മതം മാറുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് സംഗതിയാണ് നമ്മുടെ നാട്ടില്. നിലവിലെ സാഹചര്യത്തിൽ ദിവസം വെച്ചാണ് ഓരോരുത്തരും മതം മാറുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതിനെ പരിഹസിക്കാൻ മാത്രം എന്താ ഉള്ളത്? ബെറ്റർ അക്കോമഡേഷൻ തേടിയപ്പോൾ അവർ പോയിട്ടുണ്ടാവാം. അതിലെന്താ തെറ്റി? ഈ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ത്വരയാണ്. അപ്പൊ ഒരു നല്ല അക്കോമഡേഷൻ കിട്ടിയാൽ, ബെസ്റ്റ് അക്കോമഡേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് അയാളുടെ ഈശ്വരനെ പറിച്ചു കളയാനൊന്നും കഴിയില്ല. അവർക്ക് ബെറ്റർ അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ടാവാം. അതിനു മുമ്പ് എന്താണ്, ഞാൻ എന്തിലേക്കാണ് മാറുന്നത്, ഇത് സത്യമാണോ കളവാണോ എന്നുള്ളൊരു ആത്മപരിശോധന മനുഷ്യൻ നടത്തില്ലേ? അത് പൂർണ്ണമായും സത്യമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമാവില്ലേ ഇവരൊക്കെ മതം മാറുക? അങ്ങനെ മഞ്ഞ ഉപ്പുമാവ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആരും മതം മാറും? അങ്ങനെ ഒരാളുടെ മനസ്സിൽ നിന്ന് ഈശ്വരനെ പറിച്ചു വലിച്ച് മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇത്തരം ബ്ലണ്ടറും പരിഹാസമൊക്കെ ദയവായി ഇക്കൂട്ടർ നിർത്തണമെന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അന്ന് ഇത്തരത്തിൽ മതം മാറിയ ആളുകൾക്ക് ഇന്ന് അവരുടെ പുതിയ തലമുറ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നട്ടെല്ലായി തന്നെ മാറിയില്ലേ? അതാണ് ചരിത്രം. അത് മനസ്സിലാക്കണം. അത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം പരിഹാസങ്ങൾക്ക് നിൽക്കുന്നവരോടൊക്കെ എന്ത് പറയാനാണ്? ചരിത്രബോധമില്ല എന്നല്ലാതെ. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, മഞ്ഞ ഉപ്പുമാവ് എന്നുള്ള പ്രയോഗത്തിലൂടെ ഒരു സമൂഹത്തെ പരിഹസിക്കുന്നതിലൂടെ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന ഭീകരമായിട്ടുള്ള ജാതീയതയും ഐക്യത്തെയും ഒക്കെയാണ് ഇക്കൂട്ടർ ന്യായീകരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ചൂഷണങ്ങളോടുള്ള പ്രതികരണമായിരുന്നു അന്നത്തെ കാലത്തെ മതപരിവർത്തനം. ചരിത്രത്തെ വളച്ചൊടിച്ചും മനുഷ്യന്റെ അഭിമാനത്തെ കളിയാക്കിയും മുന്നോട്ടു പോകുന്ന ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ മതേതര സാമൂഹ്യ ബോധങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആത്മാഭിമാനത്തോടെയുള്ള ആ ജനതയുടെ മുന്നേറ്റത്തെ പരിഹസിക്കുന്നതിലൂടെ സത്യം പറഞ്ഞാൽ മനസ്സിൽ കിടക്കുന്ന ജാതിപറിയുടെ ബാക്കിപത്രമാണ് ഇക്കൂട്ടർ അറിയാതെ അവരെ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത. അതുകൊണ്ട് മനുഷ്യന്റെ അതിജീവനത്തെ പരിഹസിക്കാതെ സ്വന്തം തെറ്റുകളെ തിരുത്താൻ നമ്മളൊക്കെ തയ്യാറാവണം. അതിജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ത്വരയാണ്. അത് രാഷ്ട്രീയത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.